സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയം ഈ വർഷത്തെ ബഡ്ജറ്റിൻ്റെ സമ്പൂർണ്ണമായ തീരുമാനങ്ങളും നിയമസഭയ്ക്ക് എടുക്കാൻ കഴിയണം എന്ന ധാരണയെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അടുത്ത സെഷൻ ഇന്നത്തെ ധാരണ പ്രകാരം ഏപ്രിൽ മധ്യത്തോടുകൂടി വീണ്ടും ആരംഭിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ ഈ സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ നമ്മൾ കുറിപ്പിൽ വരുന്നു. കുറിപ്പ് കൊടുത്തില്ലേ? കുറിപ്പ് കൊടുത്തോളൂ. കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ മെയ് മാസത്തോടു കൂടി പൂർത്തീകരിക്കുന്ന സാഹചര്യം വന്നാൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട മാത്രം 1 or 2 തവണ നമുക്ക് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ സാധിക്കും. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കുടിശ്ശികകളും അവസാനിപ്പിക്കാൻ സാധിക്കും. ഇവിടെ തന്നെ 2 ഓർഡിനൻസുകൾ നിയമമാക്കാൻ വേണ്ടി ബാക്കി കിടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതല്ലെങ്കിൽ 2 ഓർഡിനൻസുകളുണ്ട്. നമ്മൾ പ്രസിദ്ധീകരിച്ച കുറേ നിയമങ്ങൾ അത് സഭയിൽ വന്നിട്ടില്ല, ആൾറെഡി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നിയമനിർമ്മാണത്തിന് കുറച്ചുകൂടി ഊന്നലും പ്രാധാന്യവും കൊടുക്കുന്നതിന് വേണ്ടി അതിന് മാത്രമായിട്ടുള്ള നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കൂടി സാധിക്കും ഈ മെയ് മാസത്തോടു കൂടി ബഡ്ജറ്റിൻ്റെ പ്രക്രിയ പൂർത്തീകരിച്ചാൽ. അപ്പോൾ അതും ഗൗരവമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഓർഡിനൻസ് ഓർഡിനൻസ് 2 ഉള്ളൂ. ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന ബില്ലുകൾ ഏതാണെന്ന് ഇപ്പോൾ അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. 2 ഓർഡിനൻസാണ് ബാക്കി നിൽക്കുന്നത്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഭേദഗതി, മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോമെൻറ്റുകൾ ഭേദഗതി, ഈ 2 ബില്ലാണ് വരാനുള്ളത്. ഹിന്ദു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആൻഡ് എൻഡോമെന്റ് ആക്ട് 2017 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഭേദഗതി ബില്ല്, 2017 മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോമെൻറ്റുകൾ ഭേദഗതി ബില്ല്, ഈ 2 ഓർഡിനൻസുകൾ നിലവിലുണ്ട്. പ്രസിദ്ധീകരിച്ച കുറച്ച് ബില്ലുകളുണ്ട്, അത് അവതരിപ്പിച്ചിട്ടില്ല. അതിലേതാണ് ഗവൺമെൻറ് എടുക്കാൻ പോകുന്നതെന്നുള്ളത് അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. അല്ല, ബില്ലുകളാണ് ഇപ്പോൾ പറഞ്ഞ 2 പ്രസിദ്ധീകരിച്ച ബില്ലുകൾ. കേരള ഗവൺമെൻറ് ഭൂമി പതിച്ചു കൊടുക്കൽ ഭേദഗതി ബില്ല്, തിരുപ്പുവാരം കൊടുക്കൽ നിർത്തലാക്കൽ സംബന്ധിച്ച ഭേദഗതി ബില്ല്, കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ സാധൂകരണ ബില്ല്, കേരള റദ്ദാക്കലും ഒഴിവാക്കലും ബില്ല്, 14 കേരള 34 നമ്പർ ബില്ല്, വ്യാവസായിക തർക്കങ്ങൾ കേരള ഭേദഗതി ബില്ല്, ഏറ്റവും കുറഞ്ഞ കൂലി ഭേദഗതി ബില്ല്, ഇതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ഷോപ്പ് ആൻഡ് കൊമേഴ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമ ബില്ല്, PSC കമ്പനികളെ സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ല് തുടങ്ങിയ ബില്ലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ച ബില്ലുകളിൽ ഏതാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് ഗവൺമെൻറ് തീരുമാനിച്ച് അറിയിക്കുന്ന മുറയ്ക്ക് അത് എടുക്കും. ഗവൺമെൻറ്റിന് നിയമനിർമ്മാണത്തിന് വേണ്ടി 4 ദിവസം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ BACയിൽ വെച്ചിട്ട് അത് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും പ്ലാച്ചിമട വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നം തന്നെയാണ്. പ്ലാച്ചിമട ട്രിബ്യൂണൽ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ കേരളത്തിൻ്റെ മൊത്തം പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട് പാസ്സാക്കിയ ബില്ലാണ്. ആ ബില്ല് തിരിച്ചയക്കുകയാണ് ഇത്. തിരിച്ചയച്ച സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ആ ന്യൂനതകൾ കൂടി പരിഹരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് രണ്ടാമതും അത് ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്. അത് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായിട്ട് ചർച്ച നടത്തും. മുഖ്യമന്ത്രിയുമായിട്ട് അത് ആശയവിനിമയം നടത്തി രണ്ടാമതും പ്ലാച്ചിമട ട്രിബ്യൂണൽ ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കും. നിയമസഭയുടെ 60ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറിൻ്റെ ഘട്ടത്തിൽ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. ഒരു നിയമം എന്ന് പറയുന്നത് വിൽ ഓഫ് ദ പീപ്പിളാണ്. കേരള ജനങ്ങളുടെ ഒരു ഇച്ഛയാണ് ഒരു ബില്ലായിട്ട് രൂപപ്പെട്ടു വരുന്നത്. ആ ബില്ലിനോട് കാണിക്കുന്ന സമീപനം
ഇതിൽ പെശകുണ്ടെങ്കിൽ വീണ്ടും ജനപ്രാതിനിധ്യ സഭയ്ക്ക് അത് ചൂണ്ടിക്കാണിക്കാനും അതിൽ ഇടപെടാനും അവകാശമുണ്ട്. അത് നിർവഹിക്കണമെന്നാണ് സ്പീക്കർ എന്നുള്ള നിലയിലുള്ള എൻ്റെ അഭിപ്രായം. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കും. മറ്റൊന്ന്, നിയമസഭയുടെ 60-ാം വാർഷികവുമായി, കേരളത്തിൻ്റെ 60-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ തുടക്കം ഗവൺമെൻറ്റും നിയമസഭാ സെക്രട്ടേറിയറ്റും ചേർന്നുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. തുടർന്ന് നിയമനിർമ്മാണത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ, ഒരു ഇമ്പാക്റ്റ് സ്റ്റഡിക്ക് സഹായകരമായ നിലയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 10 മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു ആശയവിനിമയ പരിപാടിയും സെമിനാറുകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ 1ാമത്തെ സെമിനാർ ഇവിടെ വെച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ 10 മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 10 നിയമങ്ങൾ കഴിഞ്ഞ 60 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്റ്റഡിക്ക് സഹായകരമായ നിലയിലുള്ള സെമിനാറുകൾ കേരളത്തിലെ 10 ജില്ലകളിലായിട്ട് സംഘടിപ്പിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് എല്ലാ മാസവും ഒരു പ്രത്യേക വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കും. അതിൽ ആദ്യത്തെ പ്രഭാഷണം മാർച്ച് മാസം 7-ാം തീയതി. ആ നോട്ടിൽ പറയുന്നുണ്ട്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീതാറാം യെച്ചൂരിയുടെ പ്രഭാഷണത്തോടു കൂടി ആരംഭിച്ചു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നാളെ നിയമസഭ ആരംഭിക്കാനിരിക്കുകയാണ് സ്പീക്കറുടെ വാർത്താ സമ്മേളനം. കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. നിയമങ്ങൾ പാസ്സാക്കുന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ സ്പീക്കർ സംസാരിച്ചു.